പ്രിയ സഹോദരി സഹോദരന്മാരെ, ഭാരതത്തിൻ്റെ ആദ്യ അപ്പസ്തോലൻ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയുടെ ആദ്യത്തെ അപ്പസ്തോലൻ എന്ന് നിസ്സംശയ സത്യത്തിന് ശേഷം ക്നാനായ സമുദായം, ഒന്നായി നിന്ന ക്നാനായ സമുദായം പിന്നെ 2 കപ്പലുകളിലാണ് യാത്ര ചെയ്യുന്നത്. ക്നാനായ സുറിയാനി കപ്പലും ക്നാനായ കത്തോലിക്ക കപ്പലും, അല്ലേ? അതെ. അത് കഴിഞ്ഞ 2-3 നൂറ്റാണ്ടുകൾ ഈ 2 കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചില കുട്ടി കപ്പലുകളും കൂടാൻ തുടങ്ങി, അല്ലേ? പെന്തക്കോസ്തിന്റെ പല വിഭാഗത്തിലുള്ള ആളുകൾ കുഞ്ഞു കപ്പലുകൾ, അപ്പോൾ 2 വലിയ കപ്പലും ബാക്കി കുറേ കുഞ്ഞു കപ്പലുകളും. അങ്ങനെ 2 വലിയ കപ്പലിലും കുറേ കുഞ്ഞു കപ്പലുകളുമായി മുമ്പോട്ട് പോകുന്ന ക്നാനായ സമുദായ അംഗങ്ങളെ ഒന്നിച്ചു ചേർക്കുവാൻ വേണ്ടിയാണ് ഈ KGP എന്ന് പറയുന്ന ഒരു ആശയം മുമ്പോട്ട് കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ എപ്രകാരമാണ് ക്നായിത്തോമയും ആളുകളും ഒന്നിച്ച് അന്ന് വന്നത്, ആ വരവിലേക്ക് തിരിച്ചു പോകുവാനുള്ള, ആ ഐക്യത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള ഒരു ജനമായി നിൽക്കുവാനുള്ള ഒരു വലിയ മുന്നേറ്റമാണ്, ഒരു പുതിയ മാറ്റമാണ് KGP മുമ്പോട്ട് വയ്ക്കുന്നത്. പണ്ടൊക്കെ ചിലർ പറയാറുണ്ടായിരുന്നു, ഇത് സുറിയാനി സഭയിലേക്ക് ആളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അപ്പുറത്തുള്ളവർ പറയും ഇത് കത്തോലിക്കയിലേക്ക് ആളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അല്ല, ഇത് വിശ്വാസപരമായിട്ട് അവനവൻ്റെ കപ്പലിൽ പൊക്കോളുക, സാമുദായികമായിട്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കണം. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടുവരുന്ന ചില പ്രത്യേകതകൾ, കപ്പലുകൾ മുക്കുവാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. കത്തോലിക്ക കപ്പലും ക്നാനായ സുറിയാനി കപ്പലും മുക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഈ കടൽ കൊള്ളക്കാർ ഉള്ള കാലത്ത്, പ്രത്യേകിച്ച് പിന്നെ ഈ മാൾട്ട ഭാഗത്തൊക്കെ കടൽ കൊള്ളക്കാർ ഉള്ള സമയത്ത് കടൽ കൊള്ളക്കാരുടെ നേതാക്കന്മാരുമായിട്ട് ചില ധാരണയെത്തും. കപ്പൽ കൊള്ളക്കാരും കപ്പിത്താന്മാരുമായിട്ട് ധാരണയെത്തും. ഈ ധാരണ പ്രകാരം കപ്പൽ കൊള്ളക്കാർ ചെറിയ ചെറിയ ബോട്ടുകളിൽ അടുത്തെത്തുമ്പോൾ കപ്പിത്താൻ വലിയ കപ്പൽ നിർത്തിക്കൊടുക്കും. നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നത് കത്തോലിക്ക കപ്പിത്താന്മാരും സുറിയാനി കപ്പിത്താന്മാരുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കപ്പൽ നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം നാളെ ക്നാനായ കത്തോലിക്ക വിഭാഗത്തിന് വേണ്ടി ഒരു വിധി വരാനിരിക്കുകയാണ്. ആ വിധി പരാജയപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത്, വിധിയിൽ സമുദായം പരാജയപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത്, വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പ 1911 എഴുതിയ ബൂള കോടതി ആ ചവറ്റുകൊട്ടയിൽ എറിയും എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? കോട്ടയം രൂപത പിരിച്ചുവിടപ്പെടും എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? 1911 മുമ്പ് എന്തവസ്ഥയായിരുന്നോ ആ അവസ്ഥയിലേക്ക് പോകും. ഇന്ന് ഇന്ത്യയിൽ പല ഭാഗത്തും, ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ് ക്നാനായ പള്ളികൾ, കത്തോലിക്ക പള്ളികൾ. അവരാരും കോട്ടയം രൂപതയുടെ കീഴിൽ അല്ല. പക്ഷേ നിലവിൽ കോട്ടയം അതിരൂപതയിലുള്ള സംവിധാനവും ഇല്ലാതെയാവും. കോട്ടയം അതിരൂപത ഇല്ലാതെയാകുവാൻ ഒരുപക്ഷെ നാളെ എന്ന ദിനത്തെ വിധി കാരണമാകാം. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ അതിന് മറ്റാരെയും കുറ്റം പറയില്ല. കപ്പിത്താന്മാർ കൊള്ളക്കാരുമായി ഒത്തു കളിച്ചു എന്ന് നിർഭാഗ്യവശാൽ എനിക്ക് പറയേണ്ടി വരും. ഈ കോസ്ത കോൺകോർദിയ എന്ന ഒരു കപ്പലുണ്ട്. 2012 ഒരു ആഡംബര കപ്പലാണ്. 4200 യാത്രക്കാരും മറ്റു കപ്പൽ ജോലിക്കാരുമായിട്ട് ഈ കപ്പൽ 4200 യാത്രക്കാരും കപ്പൽ ജോലിക്കാരുമായിട്ട് സെക്കിനേത്തി എന്ന് പറയുന്ന ക്യാപ്റ്റനാണ്. അത് ഇറ്റലിക്ക് അടുത്തുള്ള ജീലിയോ ദ്വീപിനടുത്തൂടെ പോവുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ കപ്പിത്താൻ ഒരു പ്രത്യേക ആഗ്രഹം തോന്നി, ഈ ദ്വീപ് നിവാസികളുടെ അടുത്തേക്ക് ചെന്ന് അവരെ ഒന്ന് കൈവീശി കാണിക്കാം കപ്പൽ. അപ്പോൾ കപ്പലിലുള്ള മറ്റാളുകൾ കൃത്യമായിട്ട് കപ്പിത്താനോട് പറഞ്ഞു, അത് വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമാണ്, അടുത്തേക്ക് പോകാൻ പാടില്ല, പോയാൽ കപ്പൽ ഛേദിക്കപ്പെടും, അപകടമുണ്ടാവും. കപ്പിത്താൻ എന്ത് ചെയ്തു? അദ്ദേഹം ഓട്ടോണമസ് നാവിഗേഷൻ സിസ്റ്റമൊക്കെ അങ്ങ് ഓഫാക്കിയിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ തന്നെ എടുത്തോളാം, മറ്റാരും എന്നോട് അഭിപ്രായം പറയാൻ ആവശ്യമില്ല, എനിക്ക് ആരുടെ ഉപദേശം ആവശ്യമില്ല, എനിക്കെല്ലാം അറിയാമെന്നും പറഞ്ഞ് കപ്പൽ നേരെ ഓടിച്ചെന്ത് പറ്റിയെന്നറിയാവോ?
50 മീറ്റർ നീളത്തിൽ കപ്പലിൻ്റെ ഹൾ തകർന്നു പോയി. കപ്പൽ തലകീഴായിട്ട് മറിഞ്ഞു. 32 പേര് കൊല്ലപ്പെട്ടു. ധാരാളം ആളുകൾക്ക് അപകടമുണ്ടായി. 2018 കടലിൽ മുങ്ങിപ്പോയ കപ്പൽ 2017 പൊക്കിയെടുത്ത് ആക്രി വിലയ്ക്ക് വിറ്റു. പക്ഷെ അവിടെയുള്ള നിയമ സംവിധാനം കപ്പിത്താനെ വെറുതെ വിട്ടോ? അയാൾ 16 വർഷം അദ്ദേഹം ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു. കപ്പലിനെ മറക്കുന്ന, കപ്പലിൽ യാത്രക്കാരെ മറക്കുന്ന, കപ്പൽ നിയമങ്ങൾ മറക്കുന്ന, സാമാന്യ ബോധം നഷ്ടപ്പെടുന്ന, വാക്കതിരിവ് നഷ്ടപ്പെടുന്ന കപ്പിത്താന്മാർ ജയിലിൽ അടയ്ക്കപ്പെടണം. ജനത്തിന്റെ ജീവനും ജനത്തിന്റെ പാരമ്പര്യവും കൈവച്ചു കളിക്കുന്ന അവർക്ക് ജനത്തെ ഇല്ലാതെയാക്കുവാൻ അവകാശമില്ല. ജനത്തെ സംരക്ഷിക്കുവാനുള്ള ചുമതല ഏറ്റെടുത്ത അവർ അതിന് സാധിക്കുന്നില്ല എങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. ഇവിടെ അടുത്ത പ്രദേശത്ത് പ്രത്യേകിച്ച് കുറച്ച് നാളുകളായിട്ട് ഓർമ്മക്കൂടാരങ്ങൾ പണിയുവാനുള്ള തിരക്കിലാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗം ഓർമ്മക്കൂടാരങ്ങൾ പണിയുവാനുള്ള തിരക്കിലാണ്. എന്താണ് പ്രശ്നം? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മലബാറിലെ പല പള്ളിയിൽ കൂടെയും പോയപ്പോൾ ചില ആളുകളോട് ചോദിച്ചു, പക്ഷേ ഇങ്ങനെ ഈ ഓർമ്മക്കൂടാരം എന്നും പറഞ്ഞ് ഇതിൽ തെണ്ട് നടപ്പുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് പറയേണ്ടത്? ഞാനല്ലല്ലോ തെണ്ടുന്നത്, ഞാനല്ലല്ലോ ഓർമ്മക്കൂടാരം എന്ന് പറയുന്നത്, ഞാനല്ലല്ലോ ഇത് പണിയുന്നത്. പിന്നെ ഇത് എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾ പറഞ്ഞവരോട് ചോദിക്കുക. അല്ല, ഇവിടെ പറയുന്നത് കേട്ടു, അത് കുറച്ച് വെള്ളയും വിട്ട ആളുകൾക്ക് വേനൽക്കാലത്ത് കടൽക്കാറ്റ് കൊണ്ട് കപ്പയും കള്ളും കഴിച്ച് പന്നിയിറച്ചി കഴിക്കുവാനുള്ള ഒരു സംവിധാനമാണ് എന്ന് പറയുന്നത് കേട്ടു. ഞാൻ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ഞാൻ അവിടെ ഈ സമയത്തെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് മോശമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? ഓർമ്മയുണ്ടാകേണ്ട ആളുകളെ ഇല്ലാതാക്കിയിട്ടാണ് ഓർമ്മക്കൂടാരം പണിയാൻ പോകുന്നത്. ഈ ജനമില്ലെങ്കിൽ പിന്നെ എന്തോർക്കാനാണ്? നാം ഓർക്കുന്നത് നമ്മുടെ പൂർവികരെയാണ്. ആ പൂർവികരെ സ്മരിക്കേണ്ടത് നമ്മിലൂടെയാണ്, നാമാണ്, അല്ലേ? നാം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഓർമ്മ? നമ്മുടെ അവസ്ഥ എന്താണെന്നറിയാമോ? ഈജിപ്തിലെ ഫറവോമാര് വലിയ പിരമിഡുകൾ പണിത് വെച്ചു, അല്ലേ? ഇപ്പൊ എന്താ ബാക്കിയുള്ളത്? ബാക്കി എന്താ ഉള്ളത്? കുറെ കല്ലുകൾ മാത്രം. ക്നാനായ സമുദായം അങ്ങനെ വെറും കല്ലുകൾ മാത്രമായിട്ട്, വെറും കൂടാരങ്ങൾ മാത്രമായിട്ട്, വെറും പിരമിഡുകൾ മാത്രമായിട്ട് അവസാനിക്കാൻ പാടില്ല. ഇവിടെ ജനമാണ് വേണ്ടത്. ഇവിടെ പണിയപ്പെടേണ്ടത് സമുദായമാണ്. ഇവിടെ പണിയപ്പെടേണ്ടത് ജനവിഭാഗമാണ്, ജനമാണ്. ഈ ജനമില്ലാതെ മറ്റൊരു കൂടാരം ഇല്ല. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം.